ലൂത്ത് നബിയും ചാവ് തടാകവും. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത്. ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി. അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഭാര്യ ഒഴിച്ചുള്ള തന്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത്. ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു. മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അള്ളാഹു കൽപ്പിച്ചതായി അറിയിച്ചു. പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു. അധ്യായം 11, ഹൂദ് 82-ാം സൂക്തം. فَلَمَّا جَاءَ أَمْرُنَا جَعَلْنَا عَالِيَهَا سَافِلَهَا وَأَمْطَرْنَا عَلَيْهَا حِجَارَةً مِّن سِجِّيلٍ مَّنضُودٍ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവുതടാകത്തിലെ ഉപ്പിന്റെ തോത് സാധാരണ സമുദ്രജലത്തിന്റെ തോതിനേക്കാൾ 8 ഇരട്ടിയാണ്. ഉപ്പും മറ്റ് ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല. ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവുതടാകം, അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29, അൻകബൂത്ത് 34-35 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു. إِنَّا مُنزِلُونَ عَلَى أَهْلِ هَذِهِ الْقَرْيَةِ رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ وَلَقَدْ تَرَكْنَا مِنْهَا آيَةً بَيِّنَةً لِقَوْمٍ يَعْقِلُونَ. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തുനിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അള്ളാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക. യൂസുഫ് അലൈഹിസ്സലാം.
യഅഖൂബ് അഥവാ ഇസ്രായേൽ എന്ന പ്രവാചകന്റെ മകനായിരുന്നു യൂസുഫ് നബി. അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു. അക്കാലത്ത് 1000 ദിവസം കൊണ്ട് നൈലിന്റെ ശാഖയായി നിർമ്മിച്ച നദിയാണ് നഹർ യൂസഫ്. 1000 ദിവസം അഥവാ അൽഫ് യൗം എന്ന പദം ലോപിച്ചുണ്ടായ അൽ ഫയ്യൂം പ്രദേശത്തുകൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈ നദി കാരണം ആ പ്രദേശം ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നു. കൈറോയിൽ നിന്ന് 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ സ്ഥാനം. ഷുഐബ് അലൈഹിസ്സലാം ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 135 കിലോമീറ്റർ ദൂരെ മദിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത്. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന മദിയൻ ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു ശുഐബ് നബി. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക, അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു. ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു. എന്നാൽ അവരും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. അധ്യായം 11 ഹൂദ് 94-95. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോരശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മദിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു. അല്ലാഹു ശുഐബ് നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സൽത്തുന് സമീപത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്.